Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyanur. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക സ്കൂൾ ഗ്രൗണ്ട് നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. കേരള സർക്കാർ ഒരു തദ്ദേശ സ്ഥാപനത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായാണ് ഗ്രൗണ്ട് നവീകരണ പ്രവൃത്തി നടക്കുന്നത്. കേരള സർക്കാർ ഒരു തദ്ദേശ സ്ഥാപനത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി പയ്യന്നൂർ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ട് നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. കായിക മേഖലയ്ക്ക് കൂടുതൽ ആകർഷിക്കുന്നതിന് വേണ്ടി 14ാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രത്യേക പദ്ധതികളും അതിനാവശ്യമായിട്ടുള്ള പ്രാദേശികമായതിൻ്റെ ഫണ്ട് ചെലവഴിക്കാനുള്ള അനുമതി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ പയ്യന്നൂർ നഗരസഭയ്ക്ക് തന്നെ നിരവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഫുട്ബോൾ അക്കാദമിയുമായി ബന്ധപ്പെട്ട ഒരു നിവേദനം ഇപ്പോൾ അതിൻ്റെ ഭാരവാഹികൾ ഇവിടെ നൽകുന്നുണ്ട്. പുതിയ നമ്മുടെ പദ്ധതി പ്രകാരം ആ അക്കാദമിയെ ഏറ്റെടുത്തുകൊണ്ട് അവിടെ പരിശീലനം നടത്താൻ നേരിട്ട് തന്നെ നഗരസഭയ്ക്ക് അതിന് പണം നൽകാൻ ഇപ്പോൾ കഴിയും. അതിന് യാതൊരു വിധത്തിലുള്ള ഓഡിറ്റ് ഒബ്ജക്ഷനും ഇനി വരികയില്ല. അത് മാത്രമല്ല, ഓരോ പഞ്ചായത്തിലും ഉണ്ടാക്കുന്ന കളിക്കളങ്ങൾ പരിശീലനം നൽകാൻ പരിശീലകരെ നിയമിക്കാനുള്ള പുതിയ അനുമതി കൂടി ഇതിലൂടെ നൽകിയിട്ടുണ്ട്. അതിൽ ഇപ്പോൾ റിട്ടയർ ചെയ്ത കായിക അധ്യാപകരെ നമുക്ക് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ ഏതെല്ലാം ഇപ്പോൾ BPEd പാസ്സായവരെ എടുക്കാം. കായിക പരിശീലകരായി റിട്ടയർ ചെയ്ത് മാത്രമല്ല, ഇപ്പോൾ സംസ്ഥാന അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിൽ അല്ലെങ്കിൽ ദേശീയ മത്സരങ്ങൾക്ക് പോയിട്ടുള്ള കായിക താരങ്ങളെ പരിശീലകരായി നമുക്ക് നിയമിക്കാൻ പറ്റും. TA മധുസൂദനൻ MLA അധ്യക്ഷത വഹിച്ചു. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ചീഫ് എഞ്ചിനീയർ അനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ രേഖ M, നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി, വൈസ് ചെയർപേഴ്സൺ ശ്യാമള P, പ്രദീപൻ M, ഷീബ TV, ദിനു PK, അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ, ശശീന്ദ്രൻ K, ചന്ദ്രൻ M, സജിന പ്രിയേഷ്, സുചിത്ര TT തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പുതിയങ്ങാടിയിൽ ആളൊഴിഞ്ഞ വീട്ടിൽ ശരീരം മുഴുവൻ ദ്രവിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തി. മൃതദേഹത്തിന് 6 മാസം പഴക്കമുണ്ടെന്ന് കരുതുന്നു. പഴയങ്ങാടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. പുതിയങ്ങാടി ബസ് സ്റ്റാൻഡിൽ ആളൊഴിഞ്ഞ വീട്ടിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. പുതിയങ്ങാടി സ്വദേശിയായ 40 വയസ്സ് പ്രായം തോന്നിക്കുന്ന യുവാവിന്റെ മൃതദേഹമാണെന്നാണ് സംശയം. മൃതദേഹത്തിന് 6 മാസത്തിനു മുകളിൽ പഴക്കമുള്ളതായാണ് നിഗമനം. ശരീരം മുഴുവൻ ദ്രവിച്ച വസ്ത്രത്തിനുള്ളിൽ എല്ലുകളും തലയോട്ടിയുമാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. ഇവിടെ താമസിച്ചവർ പുതിയ വീടെടുത്ത് താമസം മാറിയതാണ്. ഈ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. 6 മാസം മുൻപ് ഈ വീട്ടിലെ യുവാവിനെ കാണാതായിട്ടുണ്ട്. പൂട്ടിയിട്ട വീടിന്റെ അടുക്കള ഭാഗത്തെ വാതിൽ തുറന്നത് കണ്ട് സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തിയത്. പയ്യന്നൂർ DYSP അനിൽകുമാർ, പഴയങ്ങാടി CI ഇൻചാർജ് C ബിനു എന്നിവരുടെ നേതൃത്വത്തിൽ പഴയങ്ങാടി പോലീസും കണ്ണൂരിൽ നിന്നുള്ള വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കാത്തിരിപ്പിന് വിരാമം. ചീമേനിയിൽ ഫയർ സ്റ്റേഷൻ വരുന്നു. 3 കോടി രൂപയുടെ പദ്ധതിക്ക് ഭരണാനുമതിയായി. മലയോര ജനതയുടെ ദീർഘകാല ആവശ്യത്തിനാണ് ഇതോടെ പരിഹാരമാകുന്നത്. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ ചീമേനിയിൽ പുതിയ ഫയർ സ്റ്റേഷൻ ആരംഭിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം പുറത്തുവന്നതോടെ മലയോര മേഖലയുടെ ദീർഘകാല ആവശ്യത്തിന് പരിഹാരമാകുന്നു. പദ്ധതിക്കായി 3 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി അധികൃതർ അറിയിച്ചു. 2024-25 സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി 3 കോടി രൂപയാണ് ഫയർ സ്റ്റേഷനായി അനുവദിച്ചത്. ചീമേനി ടൗണിന് സമീപം പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കൈവശമുള്ള 3 ഏക്കർ ഭൂമി ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിന് വിട്ടുകൊടുത്തു.
PWD കെട്ടിട വിഭാഗം തയ്യാറാക്കിയ DPR പ്രകാരമായിരിക്കും നിർമ്മാണ പ്രവൃത്തി നടക്കുക. 560 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ 2 നിലകളിലായാണ് സ്റ്റേഷൻ കെട്ടിടം വിഭാവനം ചെയ്തിരിക്കുന്നത്. 5 ഫയർ എഞ്ചിനുകൾ ഒരേ സമയം പാർക്ക് ചെയ്യാവുന്ന ഗാരേജ്, മെക്കാനിക് റൂം, വുമൺസ് റെസ്റ്റ് റൂം, സ്റ്റോർ റൂം, ഓഫീസ് റൂം, ടോയ്ലറ്റ് ബ്ലോക്ക്, വിശാലമായ സ്റ്റെയർ റൂം അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കും. ചീമേനി കുന്നുംകൈ റോഡിൽ നിന്നും 50 മീറ്റർ നീളത്തിലും 5 മീറ്റർ വീതിയിലും ടാറിംഗ് റോഡ്, ഇന്റർലോക്ക് ചെയ്ത മുറ്റം, വാട്ടർ സമ്പ് ടാങ്ക് എന്നിവയും നിർമ്മിക്കും. സ്ഥിരം കെട്ടിടം പണിയുന്നതിന് സമയമെടുക്കുന്നതിനാൽ പ്രവർത്തനം വേഗത്തിൽ തുടങ്ങാനായി കയ്യൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ താൽക്കാലികമായി ഫയർ സ്റ്റേഷൻ ആരംഭിക്കാൻ തീരുമാനമായിട്ടുണ്ട്. ഇതിനായി ആവശ്യമായ തസ്തികകൾ സൃഷ്ടിക്കാനും ശുപാർശ നൽകിയിരുന്നു. മുഖ്യമന്ത്രിയുമായി നേരിട്ട് നടത്തിയ ചർച്ചകളെ തുടർന്നാണ് വേഗത്തിലുള്ള നടപടികൾ ഉണ്ടായത്. 3 കോടി രൂപയാണ് സർക്കാർ ഇതിന് അനുവദിച്ചത്. അതിന്റെ DPR ഒക്കെ തയ്യാറാക്കി PWD കെട്ടിട വിഭാഗം ഒരു മുഖാന്തരം തന്നെ സർക്കാരിലേക്ക് സമർപ്പിച്ചു. തുടർന്നാണ് ഇതിനിപ്പം AS കിട്ടിയത്, ഭരണാനുമതി ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ കെട്ടിടവും അനുബന്ധ സൗകര്യവും പെട്ടെന്ന് നമുക്ക് ഒരുക്കേണ്ടതുണ്ട്. ചീമേനിയാണ് ഫയർ സ്റ്റേഷൻ ആലോചിച്ചത്. അപ്പോൾ താൽക്കാലിക കെട്ടിടം എന്ന നിലക്ക് ഇപ്പോൾ കയ്യൂർ കെട്ടിടം ലഭ്യമാണ്. കയ്യൂർ സർവീസ് ബാങ്കിൻ്റെ അധീനതയിലുള്ള പഴയ കെട്ടിടം ഇതിൻ്റെ ഓഫീസും സംവിധാനമായിട്ട് ആരംഭിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു. മലയോര മേഖലയുടെ സുരക്ഷാ കാര്യങ്ങളിൽ വലിയ കുതിച്ചുചാട്ടത്തിന് ഈ ഫയർ സ്റ്റേഷൻ വഴിയൊരുക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വിദേശ ഭാഷകളുടെ പഠനത്തിനായി കലാശ്ശേരി മണ്ഡലത്തിൽ ആരംഭിക്കുന്ന കേരള ലാംഗ്വേജ് നെറ്റ്വർക്ക് ഉപകേന്ദ്രം പിലാത്തറ കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ആരംഭിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. വിദേശ ഭാഷകളുടെ പഠനത്തിനായി കല്യാശ്ശേരി മണ്ഡലത്തിൽ ആരംഭിക്കുന്ന കേരള ലാംഗ്വേജ് നെറ്റ്വർക്ക് ഉപകേന്ദ്രം പിലാത്തറ കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഭാഷയും സാഹിത്യവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ മികവിലേക്ക് നയിക്കുന്നതിനും മലയാള ഭാഷയെ വൈജ്ഞാനിക ഭാഷ എന്ന നിലയിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഭാഷയും സാഹിത്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ വിവിധ ഏജൻസികളെ ഏകോപിപ്പിക്കുന്നതിനും വിദേശ ഭാഷകളുടെ പഠനവും പരിശീലനവും ഉറപ്പാക്കുന്നതിനുമെല്ലാം വേണ്ടി പ്രവർത്തിക്കുന്ന നെറ്റ്വർക്കാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗുണമേന്മ വർധനവിനു വേണ്ടി ആത്മാർത്ഥമായ പരിശ്രമങ്ങളാണ് ഈ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. നവകേരള സൃഷ്ടിയുടെ കേന്ദ്രത്തിലുള്ള ഒരു ആശയമാണ് കേരളത്തെ ഒരു നവ വൈജ്ഞാനിക സമൂഹമാക്കി മാറ്റുക എന്നുള്ളത്. എം വിജിൻ MLA അധ്യക്ഷത വഹിച്ചു. തുടക്കത്തിൽ കമ്മ്യൂണിക്കേറ്റീവ് അറബിക്, ജർമ്മൻ A1 സർട്ടിഫിക്കറ്റ് കോഴ്സുകളും സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള വിദേശ ഭാഷാ കോഴ്സുകളുമാണ് ആരംഭിക്കുക. കേരള ഗവൺമെന്റ് കേരള ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ മലയാള സർവകലാശാലയിൽ സ്ഥാപിച്ച മികവിന്റെ കേന്ദ്രമാണ് കേരള ലാംഗ്വേജ് നെറ്റ്വർക്ക്. ഈ കേന്ദ്രം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള നിലവാരത്തിലെത്തിക്കാൻ സ്ഥാപിച്ച 7 മികവിന്റെ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഭാഷാ വൈവിധ്യം പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം ഗവേഷണം, വിദ്യാഭ്യാസം, സാംസ്കാരിക വൈവിധ്യം എന്നിവയ്ക്കും പ്രാധാന്യം നൽകുന്നതാണ് കേരള ലാംഗ്വേജ് നെറ്റ്വർക്ക്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ബബിത കുമാരി, ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ, ഡോക്ടർ KH സുബ്രഹ്മണ്യൻ, IV ശിവരാമൻ, PV ജയശ്രീ, C രത്നവല്ലി, K ഭാനുമതി, MV ദീപേഷ്, EP ബാലകൃഷ്ണൻ, MB ഉണ്ണികൃഷ്ണൻ, C മോഹൻദാസ്, ഡോക്ടർ KM പ്രസീദ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കാരമേൽ റെഡ് സ്റ്റാർ നിർമ്മിച്ച M കൃഷ്ണൻ സ്മാരക മിനി ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഏതെല്ലാം തരത്തിലുള്ള വേർതിരിവുകൾ, മതിൽക്കെട്ടുകൾ നമുക്കിടയിലുണ്ടോ അതിനെല്ലാം ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് സ്പോർട്സ്. ഒപ്പം നല്ല ആരോഗ്യമുള്ള ഒരു ജീവിത ശൈലി വളർത്തിയെടുക്കാനും അത് സഹായിക്കും. ശരീരത്തിനും മനസ്സിനുമൊക്കെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. കളിച്ചിട്ട് എല്ലാവരും IM വിജയനെ പോലെ ആയിത്തീരണമെന്നില്ല, എല്ലാവരും വലിയ താരങ്ങളാവണമെന്നില്ല. പക്ഷെ അങ്ങനെ ആയില്ലെങ്കിലും കളിക്കുന്നത് കൊണ്ട് വേറെ ദോഷമൊന്നും ഉണ്ടാവുകയും ചെയ്യില്ല, ഗുണം മാത്രമേ ഉണ്ടാവൂ. ഇപ്പൊ കുട്ടികളൊക്കെ കളിച്ച് വളരേണ്ടതാണ്. ഇന്നത്തെ കാലത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കളിയും വീട്ടിനകത്തിരുന്നിട്ടാണ് എന്നുള്ളതാണ്. കളിക്കുന്നത്
ഡിജിറ്റൽ ഗാഡ്ജറ്റിലാണ് ഇപ്പോൾ കളിയൊക്കെ നടക്കുന്നത്. വീഡിയോ ഗെയിമും അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ, അത് വളരെ അപകടകരവുമാണ്. അപ്പോൾ കുട്ടികൾ പുറത്തിറങ്ങണം, നന്നായിട്ട് വേർത്ത് കളിക്കണം, അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം. ലഹരിക്കെതിരെയുള്ള ഏറ്റവും വലിയ ഔഷധമാണ് സ്പോർട്സ് എന്ന് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. കാർമൽ റെഡ് സ്റ്റാർ നിർമ്മിച്ച എം കൃഷ്ണൻ സ്മാരക മിനി ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ടി ഐ മധുസൂദനൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ ഫുട്ബോൾ മുൻ താരം IM വിജയൻ, സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ഹരീഷ് മോഹനൻ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു. നഗരസഭാ അധ്യക്ഷൻ സരിൻ ശശി സപ്ലിമെന്റ് പ്രകാശനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ KV സുധാകരൻ, ഗ്രൗണ്ട് നിർമ്മാണ കമ്മിറ്റി കൺവീനർ K രമേശൻ, കൌൺസിലർ P ആശ, P സന്തോഷ്, V നാരായണൻ, K പവിത്രൻ, VC നാരായണൻ, P ജയൻ, KV ബാലൻ, ക്ലബ്ബ് സെക്രട്ടറി KP വിനോദ് എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ആത്മസംസ്കരണത്തിന്റെ റംസാൻ കാലം വന്നണഞ്ഞു. ഇനിയുള്ള ദിനങ്ങൾ മാനവഹൃദയങ്ങളിൽ ഖുർആൻ പെയ്തിറങ്ങുന്ന മാസം. വ്രതപുണ്യത്തിന്റെ പരിമളവുമായി വിശ്വാസികൾ റംസാൻ നോമ്പിലേക്ക് പ്രവേശിച്ചു. പള്ളികളിൽ പ്രത്യേക നമസ്കാരങ്ങൾക്കും പ്രാർത്ഥനാ സദസ്സുകൾക്കും തുടക്കമായി. വ്രതാനുഷ്ഠാനത്തിലൂടെ ശരീരത്തെയും പ്രാർത്ഥനകളിലൂടെ ആത്മാവിനെയും ശുദ്ധീകരിക്കുന്ന റംസാൻ വ്രതകാലത്തിന് തുടക്കമായി. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ആത്മീയതയുടെ ഈ വസന്തകാലത്തെ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെയാണ് വരവേൽക്കുന്നത്. ഭൗതിക സുഖങ്ങൾ വെടിഞ്ഞ് സഹനത്തിന്റെ കയ്പുനീർ കുടിച്ച് വിശപ്പിന്റെ വിലയറിയുന്ന ദിനങ്ങളാണ് വ്രതകാലം സമ്മാനിക്കുന്നത്. ഖുർആൻ പാരായണത്തിന്റെ മധുരവും തസ്ബീഹ് മാലകളുടെ താളവും ഇനി വീടുകളിലും പള്ളികളിലും നിറഞ്ഞു നിൽക്കും. വിശ്വാസികൾക്കിടയിൽ സാഹോദര്യത്തിന്റെ പുതിയ പാലങ്ങൾ പണിയപ്പെടുകയും ചെയ്യുന്ന വിശുദ്ധ മാസമാണിത്. പള്ളികളിൽ പ്രത്യേക നമസ്കാരങ്ങൾക്കും പ്രാർത്ഥനാ സദസ്സുകൾക്കും തുടക്കമായി. പകൽ മുഴുവൻ നീളുന്ന അന്നപാനീയ പരിത്യാഗത്തിന് ശേഷം സന്ധ്യാസമയത്തെ ഇഫ്താർ സംഗമങ്ങൾ സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും വേദികളായി മാറും. കരുണയുടെ ആദ്യ 10 നാളുകൾ, പാപമോചനത്തിന്റെ നടുവിലത്തെ 10 നാളുകൾ, നരകമോചനത്തിന്റെ അവസാന 10 നാളുകൾ, ഇങ്ങനെ പുണ്യങ്ങളുടെ പൂക്കാലമാണ് വിശ്വാസികൾക്ക് മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുന്നത്. സ്വന്തം സുഖദുഃഖങ്ങൾക്കിടയിൽ അയൽക്കാരന്റെ വിശപ്പിനെ ഓർക്കാനാണ് റംസാൻ പഠിപ്പിക്കുന്നത്. ദാനധർമ്മങ്ങൾ ഒഴുകുന്ന ഈ മാസത്തിൽ ദുരിതമനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ ഓരോ വിശ്വാസിയും സന്നദ്ധനാകുന്നു. വ്രതം കേവലം പട്ടിണിയല്ല, മറിച്ച് മനസ്സിന്റെയും വാക്കിന്റെയും പ്രവൃത്തിയുടെയും സംസ്കരണമാണെന്ന വലിയ സന്ദേശമാണ് ഈ പുണ്യമാസം പകർന്നു നൽകുന്നത്. പ്രാർത്ഥനാ നിർഭരമായ ഈ ദിനങ്ങൾ ലോകത്ത് സമാധാനത്തിന്റെയും കാരുണ്യത്തിന്റെയും പുതിയ വെളിച്ചം വിതരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അള്ളാഹു നമ്മുടെ ഒരുമിച്ച് ചിന്തകളെല്ലാം പരിശുദ്ധമായ ോടുകൂടി തന്നെ പയ്യന്നൂർ സ്വാമി ആനന്ദ തീർത്ഥ ക്യാമ്പസിൽ പുതുതായി നിർമ്മിച്ച വനിതാ ഹോസ്റ്റലിന്റെയും സയന്റിഫിക് ഇൻസ്ട്രുമെന്റേഷൻ സെന്ററിന്റെയും ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. എം വിജിൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ സർവകലാശാല സ്വാമി ആനന്ദതീർത്ഥ ക്യാമ്പസിൽ നിർമ്മാണം പൂർത്തീകരിച്ച വനിതാ ഹോസ്റ്റലിന്റെയും സയന്റിഫിക് ഇൻസ്ട്രുമെന്റേഷൻ സെന്ററിന്റെയും കേരള നെറ്റ്വർക്ക് ഫോർ റിസർച്ച് സപ്പോർട്ട് ഇൻ ഹയർ എഡ്യൂക്കേഷൻ കേന്ദ്രത്തിന്റെ സെൻട്രലൈസ്ഡ് ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് റിസർച്ച് ലാബും ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു.
കഴിഞ്ഞ 4 വർഷക്കാലം, അതായത് ഈ സർക്കാരിന്റെ ആദ്യത്തെ 4 വർഷക്കാലം കൊണ്ട് തന്നെ 6000 കോടി രൂപയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചത്. ഇതിന്റെ ഭാഗമായി നല്ല സ്മാർട്ട് ക്ലാസ് റൂമുകളോട് കൂടിയ അക്കാദമിക് കോംപ്ലക്സുകളും സൗകര്യങ്ങളുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകളും ഓഡിറ്റോറിയങ്ങളും മോഡേണൈസ്ഡ് ലൈബ്രറികളും ഏറ്റവും മികച്ച സൗകര്യങ്ങളുള്ള സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സൗകര്യങ്ങളുള്ള ലബോറട്ടറി കോംപ്ലക്സുകളും എല്ലാം നമുക്ക് സർവകലാശാലകളിലും കലാലയങ്ങളിലും വികസിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയ അന്തർദേശീയ ഗുണനിലവാര പരിശോധനകളിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നമ്മുടെ സർവകലാശാലകൾക്കും കലാലയങ്ങൾക്കും കഴിഞ്ഞിട്ടുള്ള ഒരു കാലം കൂടിയാണ് ഇത് എന്ന് സന്തോഷപൂർവ്വം പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എം വിജിൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ A അശോകൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VT അമ്പു, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ വിജയൻ അടുക്കാടൻ, രമാ മോഹൻ, സജിത് കുമാർ P, പ്രൊഫസർ ഡോക്ടർ ജോബി K ജോസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. എഴുത്തുകാരൻ VS അനിൽകുമാറിന്റെ കണ്ണപുരത്തെ വീടിനു മുന്നിൽ അജ്ഞാതർ റീത്ത് വെച്ചു. വ്യാഴാഴ്ച രാവിലെ വാതിൽ തുറന്നപ്പോഴാണ് ഗേറ്റിന് സമീപം റീത്ത് വെച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. കണ്ണപുരം പോലീസ് അന്വേഷണം ആരംഭിച്ചു. എഴുത്തുകാരനും MN വിജയൻ മാഷിന്റെ മകനുമായ VS അനിൽകുമാറിന്റെ വീടിന് മുന്നിൽ അജ്ഞാതർ റീത്ത് വെച്ചു. വ്യാഴാഴ്ച രാവിലെയാണ് വീടിന് മുന്നിൽ റീത്ത് കണ്ടത്. പയ്യന്നൂരിലെ V കുഞ്ഞികൃഷ്ണൻ രചിച്ച നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പുസ്തകം ഏറ്റുവാങ്ങിയത് VS അനിൽകുമാർ ആയിരുന്നു. ഫെബ്രുവരി 4-നാണ് ചടങ്ങ് നടന്നത്. റീത്ത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം പോലീസിൽ വിവരം അറിയിച്ചു. പുലർച്ചെ 5:30 മണിക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ 8 വയസ്സുകാരൻ സുഹൃതി ഇവിടെ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കോച്ചിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ അവൻ രാവിലെ എഴുന്നേറ്റ് പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് വന്ന് വീട് തുറന്ന് ഗേറ്റ് തുറന്ന് പോകാൻ റെഡിയാകുമ്പോൾ അവിടെ ഒരു ഇത് കണ്ടു. അവൻ എന്നെ വിളിച്ചിട്ട് അച്ഛാ ഒരു മാല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ മാലയല്ല, റീത്ത് തന്നെയാണ്. സന്തോഷം, കുറേ പൂക്കൾ രാവിലെ തന്നെ കിട്ടിയില്ലേ എന്നുള്ള സന്തോഷമായി. അത്രയും എനിക്ക് ഇതിനെക്കുറിച്ചൊക്കെ പറയാനുള്ളൂ. വേറെ പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. അതാണ്. ആ പുസ്തക പ്രകാശനം ഫെബ്രുവരി 4-നാണ് നടന്നത്. ഇതിപ്പോൾ 18 ഇന്ന് രാവിലെ ഇന്ന് 19 അപ്പം അതിനിടയിൽ വലിയ പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഒരു സംഗതിയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റിൽ അവസാനത്തെ വരി എന്ന് പറയുന്നത് ഞങ്ങളെ ചൊറിഞ്ഞാൽ ഞങ്ങളും തിരിച്ചു ചൊറിഞ്ഞാൽ തൊലി ഇളകി പോകും എന്നുള്ളൊരു വാചകം ഉണ്ടായിരുന്നു. അത് സ്യൂഡോ കഥാകൃത്ത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പോസ്റ്റ്. എൻ്റെ പേര് പരാമർശിച്ചിട്ടേ ഇല്ല. മറ്റൊന്ന്, ഞാൻ ആ പരിപാടിയെക്കുറിച്ചൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൻ്റെ അടിയിൽ കുറേ കമൻറ്റുകൾ ഉണ്ടായിരുന്നു, പരിഹസിക്കുന്ന രീതിയിൽ, അപമാനിക്കുന്ന രീതിയിൽ ഒക്കെ കമൻറ്റുകൾ ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമാണ്. സൈബർ ലോകത്തിൽ അങ്ങനത്തെ ഒരുപാട് സംഗതികൾ നടക്കുന്നുണ്ട്. അതിലൊന്നും നിലവിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പുസ്തക പ്രകാശന ചടങ്ങിന് ശേഷവും സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും അദ്ദേഹത്തെ വിമർശിക്കാറുണ്ടായിരുന്നു. ആരാണ് ഇതിനു പിന്നിലെന്ന് വ്യക്തമല്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. സോഷ്യൽ മീഡിയകളിലെ പോസ്റ്റിനു താഴെ കമന്റുകൾ വരാറുണ്ടെന്നല്ലാതെ മുൻപ് ഭീഷണിയോ ഒന്നും ലഭിച്ചിട്ടില്ല എന്നാണ് അനിൽകുമാർ വ്യക്തമാക്കുന്നത്. പ്രദേശത്തെ CCTVകൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാടായിക്കാവ് റോഡ് നിർമ്മാണത്തിനായി മാടായിപ്പാറയിലെ പാറക്കുളത്തിലെ ജലം ഊറ്റുന്നു. വേനൽക്കാലത്ത് 100 കണക്കിന് ജീവജാലങ്ങൾക്ക് ദാഹജലം നൽകുന്ന പാറക്കുളം വറ്റിവരളുന്നു. ജൈവവൈവിധ്യങ്ങളുടെ കേന്ദ്രമാണ് മാടായിപ്പാറ. മാടായിപ്പാറയിലെ 100 കണക്കിന് പക്ഷികൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും ദാഹജലം നൽകുന്നത് ഇവിടുത്തെ ജലസ്രോതസ്സുകളാണ്. മാടായിക്കാവ് റോഡിന് സമീപത്തെ പാറക്കുളത്തിൽ നിന്നും വ്യാപകമായി ജലമൂറ്റി റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. ഇപ്പോൾ വികസനത്തിന്റെ ഭാഗമായിട്ട് മാടായിക്കാവിലേക്കുള്ള റോഡിന്റെ പ്രവൃത്തി നടക്കുകയാണ്. വികസനത്തിന്റെ പരമായിട്ട് അവർ നടക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ആ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മാടായിക്കാവിലേക്ക് പോകുന്ന ഈ റോഡിന്റെ സൈഡിലുള്ള പാറക്കുളത്തിലെ വെള്ളം മഴ വരുന്നതോടുകൂടെ വറ്റും. പക്ഷെ അതുവരെയെങ്കിലും പിടിച്ചു നിൽക്കാൻ ആ വെള്ളം ഒരുപാട് ജീവികൾ ആശ്രയിക്കുന്നതാണ്. അവിടെ മോട്ടോർ വെച്ച് വറ്റിച്ച് ഇത്രയും വലിയൊരു പദ്ധതിക്ക് വെള്ളം എടുക്കുന്ന ഒരു സാഹചര്യം വളരെ ദയനീയമായ അവസ്ഥയാണ്.
നമ്മൾ ഇത്രയും കോടികളുടെ പദ്ധതികൾ ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാണ് ഈ 2-3 ലോറിക്ക് വെള്ളം കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യവും അതിനുള്ള സാമ്പത്തിക ശേഷി നമുക്ക് ഉണ്ടായിട്ട് പക്ഷികളും മറ്റ് ജീവജാലങ്ങളും ആശ്രയിക്കുന്ന മഴ വരുന്നത് വരെ ആശ്രയിക്കുന്ന ആ ജലാംശം ഊറ്റിയെടുക്കുന്ന ഒരു രീതി വളരെ ദയനീയരവസ്ഥയാണ് നമ്മളവിടെ കണ്ടത്. മാടായിക്കാവിലേക്ക് റോഡ് അത്യാവശ്യമാണ്. കോടികൾ നിർമ്മിച്ച് ചെലവഴിക്കുന്ന റോഡ് നിർമ്മാണ പ്രവൃത്തിക്ക് പാറക്കുളത്തിലെ വെള്ളം ഉപയോഗിക്കുന്നത് തടയണമെന്ന് പരിസ്ഥിതി പ്രവർത്തകരും ആവശ്യപ്പെടുന്നു. ഇവിടെ നിന്ന് ജലമെടുത്ത് കോൺക്രീറ്റ് മിക്സ് ചെയ്ത് കരാറുകാർ മറ്റു സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുന്നതായി പരാതിയുണ്ട്. അനുമതിയില്ലാതെ ജലം ഉപയോഗിക്കുന്നതിന് നിയമ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കൊക്കാനിശ്ശേരി മടത്തമ്പടി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പൂർവികാചാരത്തോടെ 62 വർഷങ്ങൾക്കു ശേഷം നെയ്യമൃത് സംഘം പയ്യാവൂർ സമർപ്പണം നടത്തും. ഈ മാസം 21-നാണ് നെയ്യമൃത് സംഘം പുറപ്പെടുക. നെയ്യമൃത് മഹോത്സവം വളരെ അതിവിശിഷ്ടമായ ഒരു ചടങ്ങാണ്. ഈ പയ്യന്നൂർ പ്രദേശത്ത് വിവിധ മഠങ്ങളിൽ വളരെ കാലം മുന്നെയൊക്കെ ഇത്തരം പയ്യാവൂരിലേക്കുള്ള നെയ്യമൃത് സംഘത്തിൻ്റെ യാത്ര ഉണ്ടായിരുന്നെങ്കിലും വളരെയേറെ കാലമായി ഇതൊക്കെ നിന്നുപോയിട്ടുള്ള ഒരവസ്ഥയിലുള്ളത്. നമുക്കിവിടെ ഒരു കളിയാട്ടം നടത്തണമെന്നൊരു ആവശ്യം ദേവപ്രശ്ന ചിന്തയിൽ വന്നപ്പോൾ കളിയാട്ടത്തിനൊപ്പം നെയ്യമൃത് സംഘത്തിൻ്റെ പയ്യാവൂരിൽ നെയ്യമൃത് സമർപ്പണം കൂടെ വേണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് 62 വർഷത്തിന് ശേഷം ഈ മടത്തമ്പടി ക്ഷേത്രത്തിൽ ഇങ്ങനൊരു നെയ്യമൃത് സമർപ്പണത്തിൻ്റെ ഒരു ഉത്സവം നടക്കുന്നത്. പയ്യാവൂർ നെയ്യമൃത് സമർപ്പണത്തിന് കൊടകരുടെ നേതൃത്വത്തിൽ ഒരു അരി കൊണ്ടുവരുന്ന ചടങ്ങും അതുപോലെ തന്നെ ഓമനക്കാഴ്ച, അങ്ങനെ ഒരുപാട് ആ ഒരു പ്രദേശത്തിൻ്റെ ഒരു വലിയൊരു ഉത്സവമാണ് പയ്യാവൂരിൻ്റെ ഉത്സവം. ആ ഉത്സവത്തിൻ്റെ ഭാഗമാവാൻ ഈ കൊക്കാനിശ്ശേരി ഭാഗത്തുള്ള നമ്മുടെ ഈ നെയ്യമൃത് സംഘത്തിനും ഭാഗമാവാൻ കഴിയുക എന്നുള്ളത് അതീവ ഭാഗ്യമുള്ളൊരു കാര്യമാണ്. ഏറെ ദൈവാനുഗ്രഹം ഉണ്ടാകുന്ന ഒരു കാര്യം കൂടിയാണ്. കളിയാട്ടം നടത്താനിലെ മുന്നോടിയായിട്ട് ഈ നെയ്യമൃത് പയ്യാവൂരേക്കിലെ നെയ്യമൃത് സമർപ്പണം നടത്തിയതിന് ശേഷമേ കളിയാട്ടത്തിൻ്റെ തീയതി നമുക്ക് കിട്ടത്തുള്ളൂ. നല്ലൊരു ഇത് വന്നു. അപ്പം അതിന് തയ്യാറായിട്ട് നാട്ടുകാരായിട്ട് നമ്മളെ ഇവിടെയിലെ അമ്പലമായിട്ട് ചുറ്റപ്പെട്ടിലെ തറവാട്ടുകാരും മറ്റൊക്കെയാണ് ഇതിൽ പങ്കെടുക്കേണ്ടത്. അപ്പോൾ അത് ഈ കഴിഞ്ഞ മകരം 25 മുതൽ വീട്ടിൽ നിന്ന് വ്രതം എടുക്കാൻ തുടങ്ങി. നിൽക്കാൻ തീരുമാനിച്ചവരും കമ്മിറ്റിയിലെ എല്ലാവരും എടുക്കുന്നുണ്ട്, വ്രതം എടുക്കുന്നുണ്ട്. അപ്പം വ്രതം എടുത്തിട്ട് നമ്മൾ കുംഭം സംക്രമത്തിന് മഠത്തിലിരിക്കാൻ ആരംഭിച്ചു. രാവിലെ 7-8 മണിക്കുള്ളിലാണ് ആ നെയ്യ് നടക്കുന്ന ചടങ്ങ്. ആ നെയ്യ് നിറച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഈ കയറെല്ലാം കാണിച്ചില്ലേ, അതിനെ കൊണ്ട് കെട്ടിയിട്ട് ബന്ധാക്കി വെച്ചിട്ട് നമ്മളെ ഈ കിരാതി ക്ഷേത്രത്തിന് മേലെ കെട്ടിയിട്ട് അവിടെ ബന്ധമായിട്ട് വെക്കും. താഴെയൊന്നും വെക്കാൻ പറ്റില്ല. അതിന് ശേഷം വൈകുന്നേരം ഉച്ചക്ക് ബാക്കിയിൽ ഇതിൻ്റെ കിരാതീശ്വരൻ്റെ വാള് ഒരു എഴുന്നേൽത്ത്, പിന്നെ നമ്മളൊരു മറ്റേ അതിൻ്റെ ഒരു കനലാട്ടത്തിൻ്റെ ചെറിയൊരു ഭാഗമുണ്ട് കുയ്യടുപ്പിൽ. അതെല്ലാം കഴിഞ്ഞ് പിറ്റന്ന രാവിലെ അത് ഒരു ബാധ്യത്തോടെയാണ് നാളത്തെ ചടങ്ങ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റന്ന രാവിലെ നമ്മൾ 7:21 രാവിലെ ഒരു 5 മണിക്ക് ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. അത് അതിൻ്റെ ഉള്ളിൽ 6-5 മണിക്കുള്ളിൽ ഏകദേശം നമ്മളിവിടെ പുറപ്പെടും. ആ പുറപ്പെട്ട് നേരെ ഇപ്പോൾ പോകുന്ന ഇങ്ങനെ ഈ എള്ളരിഞ്ഞ് മഠത്തിലേക്കാണ്. ആ മഠത്തിൽ നിന്ന് ഒന്ന് അവിടെ ഹോൾട്ട് ചെയ്തിട്ട് പിറ്റുന്ന രാവിലെ കാൽനടയായിട്ട് നമ്മളെല്ലാം മറ്റുള്ള ക്ഷേത്രങ്ങളിലൊന്നും ആൾക്കാർ ആടെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളെല്ലാം ഒന്നിച്ച് കാൽനടയാണ്. അവർ 3-4 മണിക്കൂർ നടക്കണം. ആ നടന്നിട്ട് ആ ക്ഷേത്രത്തിലെത്തിയിട്ട് അവിടുത്തെ ചടങ്ങിനനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ചടങ്ങ് അതിനാണ് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. സാധാരണ വളരെയധികം കഠിനമായിട്ടുള്ള ഒരു വ്രതമാണത്. അത് ഇത്രയും ദിവസം വ്രതം എടുക്കുന്ന പറഞ്ഞാൽ നമ്മൾ കയറുന്നതിൻ്റെ അകത്തേക്ക് വരെ ആ മടത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു കുഞ്ഞിക്ക് വരെ അതിൻ്റെ അകത്തേക്ക് പോയിക്കൂടാ. അത് വേറെ തന്നെ നമ്മൾ വിളക്ക് വെച്ച് അതിനെ പ്രാർത്ഥിച്ച് ഇവിടുന്ന് കിരാതേശ്വരന് തരുന്ന പ്രസാദം നമ്മൾ അതിൻ്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ച് അത് വേറെ തന്നെ ഒരു മറവ് തന്നെയാണ്. ആർക്കും കാണാനോ തൊടാനോ ഒന്നും പറ്റില്ല. അപ്പം നമ്മളിപ്പോൾ ഈ നെയ്യ് നിറച്ചാലും നമുക്ക് അവിടെ ഒന്ന് കാണിച്ചിട്ട് വേണം മറ്റുള്ളടത്ത് വെക്കാൻ. അപ്പോൾ അത്രയ്ക്കുള്ളൊരു ചടങ്ങാണ്. ക്ഷേത്ര കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. കുളിക്കാൻ മാത്രം അത് കടന്ന് അങ്ങോട്ട് കുളിച്ച് കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും ക്ഷേത്ര ഭാരവാഹികൾ നമുക്ക് അവിടെ എത്തിച്ചേരും. അതിനുള്ള സൗകര്യമെല്ലാം നമ്മൾ ആക്കിയിട്ട്. മോദി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ച് ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ ഫെഡറേഷൻ CITU പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി P. സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ ഫെഡറേഷൻ CITU പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി.
മോദി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ചു നടത്തിയ മാർച്ച് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി പി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അപരിഷ്കൃതമെന്ന് കണ്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരുത്തിയത് നിയമങ്ങളിലൂടെയാണ്. സതി നിരോധിച്ചത് നിയമങ്ങളിലൂടെയാണ്. തൊട്ടുകൂടായ്മ അൺടച്ചബിലിറ്റി ഇല്ലാതാക്കിയത് നിയമത്തിലൂടെയാണ്. ജന്മിമാർക്ക് തോന്നുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാം, ഭൂമി കയ്യേറാം എന്ന നിലപാട് ഇല്ലാതാക്കിയ നിയമത്തിലൂടെയാണ്. നിയമമെന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയുള്ളതാണ്. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. PV പത്മനാഭൻ, ശ്രീജിത്ത് C, KV ചന്ദ്രൻ, M രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ശ്രീലങ്കയിലെ കൊളംബോയിൽ നടന്ന സൗത്ത് ഏഷ്യൻ സെപത്രാക്കോ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ വലിയപറമ്പ് സ്വദേശിക്ക് ശ്രേയയ്ക്ക് കാസർഗോഡ് ജില്ലാ സെപത്രാക്കോ അസോസിയേഷൻ നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ സ്വീകരണം നൽകി. തങ്കയമുക്കിൽ നിന്ന് ജനപ്രതിനിധികളും കായിക സംഘാടകരും നാട്ടുകാരും ഘോഷയാത്രയോടെയാണ് ടൗണിലേക്ക് സ്വീകരിച്ചത്. പതിനാല് മത്സരങ്ങളിൽ ഇതിനകം പങ്കെടുത്ത ശ്രേയ ദേശീയ ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസിൽ സീനിയർ സെപക് താക്രോ ഡബിൾ ഇവന്റിൽ സ്വർണം നേടിയിരുന്നു. ദേശീയ ജൂനിയർ ചാമ്പ്യൻഷിപ്പിലും സീനിയർ ചാമ്പ്യൻഷിപ്പിലും 2 തവണ വീതം വെങ്കല മെഡൽ സ്വന്തമാക്കിയിട്ടുണ്ട്. വലിയപറമ്പ് സെന്ററിലെ വ്യാപാരിയായ KV ബാബുവിന്റെയും K സ്മിതയുടെയും മൂത്ത മകളായ ശ്രേയ പയ്യന്നൂർ കോളേജിൽ ബോട്ടണിയിൽ ബിരുദാനന്തര ബിരുദം 1ാം വർഷ വിദ്യാർത്ഥിനിയാണ്. 8 വർഷമായി സെപക് താക്രോയിൽ സജീവമാണ്. അന്തർദേശീയ തലത്തിലുള്ള നേട്ടം സ്വന്തമാക്കിയ ശ്രേയ മലയാളികൾക്ക് തന്നെ അഭിമാനമായി മാറി. തൃക്കരിപ്പൂരിലെത്തിയ ശ്രേയയെ തുറന്ന വാഹനത്തിൽ തങ്കേമുക്കിൽ നിന്നും വാദ്യമേളങ്ങളും മുത്തുക്കുടകളുമായി ജനപ്രതിനിധികളും കായിക മേഖലയിലെ സംഘാടകരും നാട്ടുകാരും കായിക താരങ്ങളും ചേർന്ന് ആനയിച്ചു. തുടർന്ന് തൃക്കരിപ്പൂർ കൂലേരി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന അനുമോദന ചടങ്ങ് സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അത് ഷൂട്ട് ചെയ്യുന്നു, അങ്ങനെ ഒരു മത്സരമാണ് സെപക് മത്സരം. അതിൽ നമ്മുടെ മറ്റ് രാജ്യങ്ങളിലെ 7ഓളം രാജ്യങ്ങളിലെ മത്സരാർത്ഥികളോട് മത്സരിക്കുകയും അതിൽ സ്വർണ്ണ മെഡൽ നേടുകയും ചെയ്തത് ചെറിയ നേട്ടമല്ല, അത് വലിയ നേട്ടമാണ്. ആ നേട്ടത്തെ ഏറ്റവും നന്നായി പ്രതികരിച്ച ഒരു ജനമാണ് നാട്ടുകാരാണ് നമ്മുടെ തൃക്കരിപ്പൂരിൽ. ഇത് ഞാൻ വളരെ പെട്ടെന്നാണ് ഈ കുട്ടി വരുന്ന വിവരം പറയുന്നത്. പെട്ടെന്നാണ് സംഘടിപ്പിച്ചത്. ഇത്രയും ഭംഗിയായി സെപക് താക്രോ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് C സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു മുഖ്യാതിഥിയായി. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം K മധുസൂദനൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ M സുനിത, KU രാമദാസ്, ശ്രേയയുടെ പരിശീലകനും അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയുമായ KV ബാബു മാസ്റ്റർ, ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് A അച്യുതാനന്ദൻ മാസ്റ്റർ, ടെന്നിക്കോയിറ്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി TV ബിജു മാസ്റ്റർ, MDP ബഷീർ, PV പ്രീത എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. CPM ആലപ്പടമ്പ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ T കൃഷ്ണൻ അനുസ്മരണം സംഘടിപ്പിച്ചു. മാത്തിൽ ടൗണിൽ നടന്ന സമ്മേളനം DYFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. ആലപ്പടമ്പ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ T കൃഷ്ണൻ അനുസ്മരണം സംഘടിപ്പിച്ചു. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ നേതൃപരമായ പങ്കുവഹിച്ച T കൃഷ്ണന്റെ 16ാമത് അനുസ്മരണ സമ്മേളനമാണ് മാത്തിൽ ടൗണിൽ നടന്നത്. അനുസ്മരണ സമ്മേളനം DYFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ തന്നെ കവർന്നെടുക്കുന്നതിന് വേണ്ടി രാജ്യത്ത് അധികാരത്തിൽ ഇരിക്കുന്ന ഭരണകൂടം നേതൃത്വം കൊടുക്കുമ്പോൾ ലോകത്തിന്റെ നെറുകയിൽ അഭിമാനത്തോടെ ശിരസുയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഇന്ത്യയുടെ ജനാധിപത്യത്തെ തന്നെ തകർക്കുന്നതിന് വേണ്ടി ഭരണകൂടം നേതൃത്വം കൊടുക്കുമ്പോൾ ആരാണ് ഇന്ത്യയുടെ പ്രതീക്ഷ എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. ഈ കഴിഞ്ഞ ദിവസമാണ് ജമ്മു കാശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രിയും ഇന്ത്യയിലെ തലമുതിർന്ന മതനിരപേക്ഷ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ഫറൂഖ് അബ്ദുള്ള, KV ശൈലജ അധ്യക്ഷത വഹിച്ചു. P ശശിധരൻ, KP കണ്ണൻ, MV സുനിൽകുമാർ, അഡ്വക്കേറ്റ് PP സിദിൻ, PV വത്സല, VV ഭാസ്കരൻ, T തമ്പാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന നാശാമുക്ത് ഭാരത് അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി NMBAയുടെ നേതൃത്വത്തിൽ ഡി അഡിക്ഷൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ISD സീനിയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു.
ടി.ഐ. മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥികളുടെ പ്രാർത്ഥനയോടെയാണ് പരിപാടി ആരംഭിച്ചത്. MLA ടി.ഐ. മധുസൂദനൻ ഉദ്ഘാടനം നിർവഹിച്ചു. ലഹരിക്കെതിരായ സമൂഹ ബോധവൽക്കരണം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പയ്യന്നൂർ സബ് ഇൻസ്പെക്ടർ സുവർണൻ, എക്സൈസ് ഇൻസ്പെക്ടർ ദിനേശൻ എന്നിവർ ചേർന്ന് ക്യാമ്പയിൻ വാഹനത്തിന് ഫ്ളാഗ് ഓഫ് നടത്തി. ബ്രഹ്മകുമാരീസ് കോർഡിനേറ്റർ BK ശാന്താബഹൻ ലഹരി വിമുക്തി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ബ്രഹ്മകുമാരീസ് മെഡിക്കൽ വിംഗ് ഹെഡ്ക്വാർട്ടേഴ്സ് മൗണ്ട് അബുവിലെ ഡോക്ടർ വത്സലൻ നായർ വിഷയാവതരണം നടത്തി. ISD സ്കൂൾ പ്രിൻസിപ്പാൾ ഷീബായെ, ശരണ്യ KM, ISD സ്കൂൾ വൈസ് പ്രിൻസിപ്പാൾ ദിവ്യ KP തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. കാങ്കൂൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ പൊതു ഇടങ്ങളിലെ ജലപരിശോധന നടത്തി. മാത്തൽ കുടുംബശ്രീ കേന്ദ്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KT ജയപ്രകാശ് ജലപരിശോധനയുടെ പ്രാധാന്യം വിശദീകരിച്ചു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പൊതു ആവശ്യത്തിന് ജലം ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലെ ജലപരിശോധന നടത്തി. വ്യാപാര സ്ഥാപനങ്ങൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, അങ്കണവാടികൾ, വിദ്യാലയങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ ജലമാണ് ഗുണനിലവാര പരിശോധനയ്ക്കായി ശേഖരിച്ചത്. പുതിയ സാമ്പത്തിക വർഷത്തെ ലൈസൻസ് പുതുക്കുന്നതിന് മുന്നോടിയായി കുടിവെള്ളം പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വ്യാപാരികൾ ഗുണനിലവാര പരിശോധന നടത്തിയത്. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സമഗ്ര ആരോഗ്യം പദ്ധതിയുടെ ഭാഗമായുള്ള കുടിക്കാം തെളിനീർ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ആരോഗ്യ സ്ഥാപനങ്ങളുടെയും അങ്കണവാടികളിലെയും വിദ്യാലയങ്ങളിലെയും ജലപരിശോധന നടത്തിയത്. 80ഓളം ജലസാമ്പിളുകൾ ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ പരിശോധനയ്ക്ക് ശേഖരിച്ചു. ഇത്തരത്തിൽ നമ്മുടെ പഞ്ചായത്തിലെ മാത്തിൽ, കാങ്കോൽ, ചൂരൽ, അതുപോലെ തന്നെ ഏറ്റുടുക്ക തുടങ്ങിയ എല്ലാ ഭാഗങ്ങളിലെയും വ്യാപാരികൾ കുടിവെള്ളം പരിശോധനയ്ക്ക് നൽകുകയും അത് പരിശോധനയ്ക്ക് തയ്യാറാക്കിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പരിശോധന നടത്തുന്നത് ദേശീയ അംഗീകാരമുള്ള വാട്ടർ ലാബ് അതോറിറ്റിയാണ്. അവർ തന്നെ ലാബ് ടെക്നീഷ്യന്മാർ നേരിട്ട് ആരോഗ്യ പ്രവർത്തകരുടെ മേൽനോട്ടത്തിൽ ജലസാമ്പിളുകൾ ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. ജലപരിശോധനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KT ജയപ്രകാശ് വിശദീകരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ മഹേഷ് EV, JH ഗീത VP, JPHN പ്രസീത K, ശരണ്യ KV, നഴ്സിംഗ് അസിസ്റ്റന്റ് VP പ്രദീപൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കണ്ണങ്ങാട് ഓടമുട്ട റോഡ് മെക്കാഡം ടാർ ചെയ്ത് നവീകരിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു. 5 കോടി രൂപ ചിലവിലാണ് റോഡ് നവീകരിക്കുന്നത്. പയ്യന്നൂർ മണ്ഡലത്തിലെ എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ കണ്ണങ്ങാട് ഓടമുട്ട റോഡ് മെക്കാഡം ടാർ ചെയ്ത് നവീകരിക്കുന്നതിന് പ്രവൃത്തി ആരംഭിച്ചു. 5 കോടി രൂപയുടെ ഭരണാനുമതിയാണ് റോഡ് നവീകരണത്തിനായി ലഭിച്ചത്. ആദ്യഘട്ടമെന്ന നിലയിൽ കുഴിക്കാട്, കുളിയപ്രം ഭാഗങ്ങളിൽ കൾവർട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. മണ്ഡലത്തിലെ ജില്ലാ മേജർ റോഡുകളിൽ ഒന്നാണിത്. 5.5 മീറ്റർ വീതിയിൽ മെക്കാഡം ടാർ ചെയ്താണ് റോഡ് നവീകരിക്കുന്നത്. ആവശ്യമായ സ്ഥലങ്ങളിൽ ഡ്രൈനേജും നിർമ്മിക്കും. നിത്യേന നിരവധി ജനങ്ങൾ ആശ്രയിക്കുന്ന മലയോര മേഖലയിലെ പ്രധാന റോഡ് കൂടിയാണിത്. റോഡ് നവീകരണ പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ പ്രദേശത്തുകാരുടെ ഏറെക്കാലത്തെ ആഗ്രഹമാണ് സഫലമാവുക. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ആയുഷ് വകുപ്പ് പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ സംഘടിപ്പിക്കുന്ന ഹെൽത്തി കേരള ക്യാമ്പയിൻ 2026 ഫെബ്രുവരി 21 ഗാന്ധി പാർക്കിൽ വെച്ച് നടക്കും. പരിപാടിയുടെ പയ്യന്നൂർ നിയോജക മണ്ഡലതല ഉദ്ഘാടനം ശനിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് ടി.ഐ. മധുസൂദനൻ MLA പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ വെച്ച് നിർവഹിക്കും. നാഷണൽ ആയുഷ് മിഷൻ കേരളവും മുന്നോട്ട് വെക്കുന്ന പരിപാടിയാണ് ആരോഗ്യം ആനന്ദം ഹെൽത്തി കേരള ക്യാമ്പയിൻ 2026. ഇതിന്റെ ഭാഗമായി ആയുഷ് വകുപ്പിലെ വിവിധ ചികിത്സാ വിഭാഗങ്ങളുടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ, ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ്, സൗജന്യ രക്തപരിശോധന, നേത്രപരിശോധന, ഹെൽത്തി ഫുഡ് എക്സ്പോ, ബോധവൽക്കരണ ക്ലാസുകൾ, ഔഷധ സസ്യ പ്രദർശനം, ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്ക് സൗജന്യ വൃക്കരോഗ പരിശോധന എന്നിവയുണ്ടാകും. ഉദ്ഘാടന ചടങ്ങിൽ പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി അധ്യക്ഷത വഹിക്കും. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയി മുഖ്യപ്രഭാഷണം നടത്തും. ആയുഷ് യോഗ ക്ലബ്ബ് അംഗങ്ങൾ ചേർന്ന് അവതരിപ്പിക്കുന്ന യോഗ ഡാൻസ്, മാസ് യോഗ പ്രദർശനം എന്നിവ ഉണ്ടാകും. ഉദ്ഘാടന പരിപാടിയോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് 2 മണിക്ക് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് ഫ്ലാഷ് മോബ് സംഘടിപ്പിക്കും. തുടർന്ന് ആരോഗ്യ പ്രവർത്തകരും ആയുഷ് യോഗ ക്ലബ്ബ് അംഗങ്ങളും ചേർന്ന് പയ്യന്നൂർ ഗാന്ധി പാർക്കിലേക്ക് നടത്തുന്ന ആരോഗ്യ ബോധവൽക്കരണ ജാഥ പയ്യന്നൂർ മുനിസിപ്പാലിറ്റി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മോഹനൻ മാസ്റ്റർ ഫ്ളാഗ് ഓഫ് ചെയ്യും. 25 ബുധനാഴ്ച പാടിയോട്ടുചാൽ വ്യാപാര ഭവനിൽ വെച്ച് നടക്കുന്ന ഹെൽത്തി കേരള ക്യാമ്പയിൻ 2026 ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് ഉദ്ഘാടനം ചെയ്യും. വിവിധ പഞ്ചായത്തുകളിലായി നടക്കുന്ന മറ്റ് ക്യാമ്പയിനുകളുടെ പ്രയോജനം എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
ഡോക്ടർ സാജൻ എ വി, ഡോക്ടർ ഷീബ പാപ്പച്ചൻ, ഡോക്ടർ സുഹൈൽ സി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. EMS കലാ സാംസ്കാരിക വേദി മമ്പലത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷവും പത്മൻ വെങ്ങരയുടെ നാടക്കാലം പുസ്തക പ്രകാശനവും ഫെബ്രുവരി 21 വൈകുന്നേരം 6 മണിക്ക് മമ്പലം ക്ഷേത്ര പരിസരത്ത് വെച്ച് നടക്കും. EP ജയരാജൻ ജൂബിലിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. പയ്യന്നൂരിലെ കലാ സാംസ്കാരിക മേഖലയിൽ സിൽവർ ജൂബിലി നിറവിൽ നിൽക്കുന്ന സംഘടനയാണ് മമ്പലം EMS കലാ സാംസ്കാരിക വേദി. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന വ്യത്യസ്തവും സാമൂഹ്യ പ്രതിബദ്ധതയിലൂന്നിയതുമായ പ്രവർത്തനങ്ങളാണ് സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. വനിതാ സംഗമം, യുവജന സംഗമം, വയോജന സംഗമം, കുട്ടികളുടെ സഹവാസ ക്യാമ്പ്, പുസ്തക പരിചയം, ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ, ഫുട്ബോൾ മത്സരങ്ങൾ, ഇയർ എൻഡിംഗ് നൈറ്റ് തുടങ്ങി നിരവധി പരിപാടികളാണ് സിൽവർ ജൂബിലി വർഷത്തിൽ മമ്പലം കലാ സാംസ്കാരിക വേദി നാടിന് സമർപ്പിക്കുന്നത്. 2026 ഫെബ്രുവരി 21 ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് മമ്പലം ക്ഷേത്ര പരിസരത്ത് വെച്ച് സിൽവർ ജൂബിലിയുടെ ഔപചാരിക ഉദ്ഘാടനവും പത്മൻ വെങ്ങരയുടെ പുസ്തക പ്രകാശനവും EP ജയരാജൻ നിർവഹിക്കും. സന്തോഷ് PA അധ്യക്ഷത വഹിക്കും. TI മധുസൂദനൻ MLA ആദരവ് നടത്തും. അഡ്വക്കേറ്റ് P സന്തോഷ് മുഖ്യാതിഥിയാകും. CVK അടുത്തില പുസ്തക പരിചയം നടത്തും. അഡ്വക്കേറ്റ് വെൺകുളം ജയകുമാർ പുസ്തകം ഏറ്റുവാങ്ങും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പയ്യന്നൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. AV ശശി, KV മോഹനൻ, T വിനോദ്, PS സന്തോഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.